നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ മോശം പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത്. ആകെ 4 മത്സരങ്ങളായിരുന്നു കളിച്ചത്. കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഉറുഗ്വേയോട് പരാജയപ്പെട്ടുകൊണ്ട് അവർ പുറത്താവുകയും ചെയ്തിരുന്നു. ഇനി വരുന്ന സെപ്റ്റംബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ഇക്കഡോറാണ്. സെപ്റ്റംബർ 7-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 6:15 ഈയൊരു മത്സരം അരങ്ങേറുക. പിന്നീട് പരാഗ്വെക്കെതിരെ നടക്കുന്ന രണ്ടാമത്തെ മത്സരം സെപ്റ്റംബർ 11-ാം തീയതി രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് അരങ്ങേറുക. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനായിരുന്നു ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അത് അദ്ദേഹം നീട്ടിവെക്കുകയായിരുന്നു. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് യുവ പ്രതിഭയായ എസ്റ്റവായോ വില്യനെ അഥവാ മെസ്സിഞ്ഞോയെ ബ്രസീൽ പരിശീലകൻ ഇപ്പോൾ വളരെ സീരിയസ് ആയി കൊണ്ട് തന്നെ പരിഗണിക്കുന്നുണ്ട്. വില്യൻ ഇത്തവണത്തെ ബ്രസീൽ സ്ക്വാഡിൽ ഇടം നേടാൻ വളരെയധികം സാധ്യതകൾ ഉണ്ട് എന്നാണ് ഈ മാധ്യമം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിൻ്റെ താരമാണ് വില്യൻ. കേവലം 17 വയസ്സ് മാത്രമുള്ള ഈ താരം സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശീലകൻ ഡൊറിവാൾ ജൂനിയറും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരു താരം കൂടിയാണ് എസ്റ്റവായോ വില്യൻ. ബ്രസീൽ ടീമിൽ റൈറ്റ് സൈഡിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഇപ്പോൾ അവരുടെ ഒരു പ്ലാനുകൾ. റൈറ്റ് സൈഡിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ മെസ്സിഞ്ഞോക്ക് കഴിയും എന്ന് തന്നെയാണ് ഈ ഒരു പരിശീലക സംഘം ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ബ്രസീൽ സീനിയർ ടീമിലേക്കുള്ള ആദ്യത്തെ വിളി ഇത്തവണ മെസ്സിഞ്ഞോക്ക് ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കൊണ്ടും കാണാം.